ചേട്ടാ നമസ്കാരം. നമസ്കാരം. പേരെങ്ങനെയാടാ? എൻ്റെ പേര് സനീഷ് എന്ന്. ബിന്ദു ചേച്ചിയുടെ അയൽവാസിയും ബന്ധുവും കൂടിയാണ്. അതെ അല്ലേ? അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ എന്താ ചേട്ടാ കാരണം? മോളുടെ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയത്. പുള്ളിക്കാരത്തി ഒരു സെയിൽസ് ഗേളാണ്. നമ്മുടെ തലയൽമ്പിൽ തന്നെ ഒരു ടെക്സ്റ്റൈൽസിലെ സെയിൽസ് ഗേളാണ്. പുള്ളിക്കാരത്തിയുടെ മോളുടെ ചികിത്സയുടെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരത്തി മെഡിക്കൽ കോളേജിൽ ചെല്ലുന്നതും. എന്നാണ് അഡ്മിറ്റ് ആയത് കഴിഞ്ഞ് ചൊവ്വാഴ്ചയാണ് അഡ്മിറ്റ് ആകുന്നത്. ചൊവ്വാഴ്ച അഡ്മിറ്റായി ഇന്നലെയാണ് ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ പറയുവാണെങ്കിൽ അവിടുത്തെ ബിൽഡിങ് കംപ്ലൈൻ്റ് ആണെന്ന് അറിയാവുന്ന ഈ അധികൃതർ അവിടുത്തെ ഇലക്ട്രിസിറ്റി ആദ്യം കട്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ പ്രവേശനം വേണ്ട എന്ന് വെക്കേണ്ടതായിരുന്നു. അത് ചെയ്യാതെ ഇപ്പോഴും അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോഴും അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പോഴും അതിൻ്റെ ഇടിഞ്ഞു ചാടിയ ബിൽഡിങ്ങിൻ്റെ താഴെയായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ നിയമപരമായിട്ടും മാറ്റി നിർത്തേണ്ടതാണ്. ഒരു ഭാഗത്ത് കെട്ടിടം പൊളിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു ഭാഗത്ത് ഭക്ഷണം കൊടുക്കുന്നു. ഇതൊക്കെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയണം. അതുപോലെ തന്നെ ഈ നമ്മുടെ ഭരണകൂടം അതിന് മുമ്പോട്ട് വരണം. അതുവരെ ആ ഇടിഞ്ഞ് ചാടുന്നതിന് തൊട്ട് മുമ്പ് വരെ അവിടെ ആൾക്കാർ തുണി അലക്കുകയും കുളിക്കുകയും ബാത്റൂമിൽ പോകാനും എല്ലാം ആ ബിൽഡിങ് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് അഴകെട്ടി തുണി ഉണങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരുന്നതാണ്. അത് ശോചനീയാവസ്ഥയിലായിരുന്ന ബിൽഡിംഗ് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ പിന്നെ അവിടെ തുറന്നു കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. എപ്പോഴായിട്ട് ഈ സംഭവം അറിയുന്നത്? ഞാൻ അറിയുന്നത് ഒരു മണിയോട് കൂടിയാണ് ഞാൻ അറിയുന്നത്. 1 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആണ് ഞാൻ ഈ വാർത്ത അറിയുന്നതും. തലയൽമ്പ് സ്വദേശി എന്നാണ് ആദ്യം അറിഞ്ഞത്. പക്ഷേ തലയൽമ്പ് സ്വദേശി എന്ന് പറഞ്ഞെങ്കിലും നമ്മുടെ ഇത്രയും ബന്ധുവാണ്, നമ്മുടെ ചേച്ചിയാണ് എന്നുള്ളത് അറിയുന്നത് 1:30 കൂടിയാണ് ഞാൻ അറിയുന്നത്. എന്നാൽ ബിന്ദു ചേച്ചിനെ അവസാനമായിട്ട് കാണുന്നത്? ബിന്ദു ചേച്ചിനെ അവസാനമായിട്ട് കാണുന്നത് ഞാൻ തിങ്കളാഴ്ച രാവിലെയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ചേതനേറ്റ ശരീരമാണ് ചേച്ചിയുടെ കാണുന്നത്. അന്ന് മിണ്ടിയാർന്നോ? എന്നോട് സംസാരിച്ചായിരുന്നു. സംസാരിച്ചാന്ന് ചോദിച്ചാൽ ഇന്ന് പണിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഞാൻ ഇതിലെ നടന്നങ്ങ് പോയപ്പോഴത്തേക്കും ചേച്ചിയുടെ വീടിൻ്റെ വാതിക്കൽ കൂടി നടന്ന് എൻ്റെ സ്വന്തം പെങ്ങളുടെ നിൽക്കുന്ന വഴി ഈ നമ്മൾ നിൽക്കുന്ന വഴി കൂടി എൻ്റെ സ്വന്തം പെങ്ങളുടെ വീട്ടിലേക്ക് നടന്ന് പോയപ്പോഴത്തേക്കാണ് ചേച്ചി അവിടെ താഴെ നിന്ന് തുണി ഇറക്കുന്നുണ്ടായിരുന്നു. താഴെ ആ വീടിൻ്റെ അവിടെ നിന്ന് തുണി ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പം ചേച്ചി എന്നോട് ചോദിച്ചു പണിയില്ലായിരുന്നു എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സംസാരം ആണ് അവസാനമായിട്ടുണ്ടായത്. സന്തോഷവതിയായിരുന്നു? സന്തോഷവതിയായിരുന്നു. അന്നേരം കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഹാപ്പി ആയിട്ടാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞാണ് പിന്നെ മോൾ ആശുപത്രിയിലാണെന്ന് അറിയുന്നതും മോളെയും കൊണ്ട് ആശുപത്രി പോയേക്കുന്നതാണെന്ന് അറിയുന്നത് അന്നേരമാണ് അറിയുന്നത്. ചേച്ചി എവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്? ചേച്ചി തലവേലപ്പറമ്പ് അവിടെ ഒരു ശിവാസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റൈൽസിലാണ്. എത്ര കാലമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു? ഒരു 5-6 വർഷമായിട്ട് അവിടുത്തെ ജീവനക്കാരിയാണ്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടില്ല. മക്കൾ എത്ര പേരാ? 2 പേര്, ഒരു ആണും ഒരു പെണ്ണും. മോൻ എന്ത് ചെയ്യുന്നു? മോൻ സിവിൽ എഞ്ചിനീയർ പഠിച്ച് ഇറങ്ങി ഒരു ചെറിയൊരു ജോലിയിലേക്ക് കയറിയേ ഉള്ളൂ. 1 മാസം ആയുള്ളൂ അവൻ ജോലിയിൽ പ്രവേശിച്ചിട്ട്. ആദ്യത്തെ ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തെ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് വന്നതാണ്. അന്നേരമാണ് ഈ ദാരുണ സംഭവം അറിയുന്നത്. കൊടുക്കാൻ പറ്റിയില്ല. പൈസയായിട്ടാണ് മോൻ ഇരുന്നത്? ഈ പൈസയായിട്ടാണ് മോൻ വന്നത്. അത് കൊടുക്കാനായിട്ട് സാധിച്ചില്ല അവന്. മോളെന്ത് ചെയ്യുന്നു? മോള് BSc നഴ്സിംഗ് പഠിക്കുന്നു. 4ാം വർഷം. എവിടെയാണ് പഠിക്കുന്നത്? അവള് ആന്ധ്രയിലാണ് പഠിക്കുന്നത്. പഠിക്കുന്നതിൽ ഒരു 2 മാസത്തെ കോഴ്സും കൂടി ഉണ്ടായിരുന്നുള്ളൂ ലാസ്റ്റ്. അതും കൂടി കഴിഞ്ഞാൽ അവൾക്ക് എവിടെയെങ്കിലും പിന്നെ ഒരു 6 മാസത്തെ. മോള് കേട്ടോ ഈ കെട്ടിടം ഇടിഞ്ഞു ചാടുന്ന വെച്ച കേട്ടോ? മോള് കെട്ടിടം ഇടിഞ്ഞു ചാടുന്ന വെച്ച കേട്ടോ എന്നറിയത്തില്ല. മോള് പറയുന്നു അമ്മേനെ കാണാനില്ല, അമ്മ മിസ്സിങ് ആണ്, അമ്മേനെ ഇതുവരെയായിട്ടും കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഈ അധികൃതരാരും അതിന് ചെവിക്കൊള്ളുന്നില്ല. കൊച്ചു കരച്ചിലിട്ടായിരുന്നു? കരച്ചിലായിരുന്നു. ആ സമയം മുതൽ കരച്ചിലായിരുന്നു. ഫോൺ വിളിച്ചപ്പോൾ കിട്ടാതെ വന്നതിന് ശേഷമാണ് ഹസ്ബൻഡും മോളും കൂടിയാണ് പിന്നെയും പറയുന്നത്. ഹസ്ബൻഡ് പറയുന്നുണ്ട് എൻ്റെ ഭാര്യനെ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. മോള് പറയുന്നുണ്ട് അമ്മ മിസ്സിങ് ആണെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും ആരും തെരച്ചിലിനൊന്നും നോക്കിയില്ല. ഒച്ചപ്പാടുണ്ടാക്കിയായിരുന്നു. എന്നിട്ടും ഒരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. അത് ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് അവിടെ തെരച്ചിൽ നടക്കുന്നതും ആളെ തിരിച്ച് കിട്ടുന്നതും. നമ്മൾ ആളെ അതിന് അടിയിലുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നതും അതിന് ശേഷമാണ്. ഫോൺ വിളിച്ചിട്ട് റിങ് ചെയ്യുന്നുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പക്ഷേ എടുക്കുന്നില്ലായിരുന്നു.
എനിക്ക് 4 മക്കളിൽ മൂത്തയാൾ മരിച്ചു. പിന്നെ ഇടയതാണിത്. ഇനി ഒരാണും ഒരു പെണ്ണ് നടുക്കത്തുള്ളവരുണ്ട്. ഏറ്റവും ഇളയതായിരുന്നോ ബിന്ദു ചേച്ചി? ആ, ബിന്ദു. ആ, അവൾക്ക് 2 പിള്ളേർ. 2 പിള്ളേർ. രണ്ടും പഠിക്കുവാണെങ്കിൽ ഇളയ കൊച്ചിന് സുഖമില്ലാഞ്ഞിട്ട് ആശുപത്രി കൊണ്ടുപോയതാ. ഞാൻ പിന്നെ ദിവസം ഇവിടെ വരും. ഞാൻ ഈ ചേച്ചി ഉള്ളതുകൊണ്ട് എന്നും വരും. ഇപ്പോഴല്ല, നേരത്തെ മുതൽ. എൻ്റെ വീട് ഇവിടെ അടുത്താണ്. ഞാനോ ആരുമായിട്ടല്ല, എൻ്റെ സ്വന്തം ഒരു ചേച്ചിയായിട്ട് തന്നെ. എനിക്ക് അതിലൊക്കെ കുറച്ചങ്ങ് പോകണം. നമുക്ക് അത് കുരിശുപള്ളിയുടെ താഴെയാണ്. ഞാൻ വന്ന കാലം മുതൽ പുള്ളിക്കാരത്തിനെ കാണും. ഞാനിവിടെ വരും. ഒരു ദിവസം എന്നെ കണ്ടില്ലേ പുള്ളി അവിടെ വരും. ബിന്ദു ചേച്ചിനെ എന്നാ അവസാനമായിട്ട് കാണുന്നത്? അവസാനമായിട്ട് ഞാൻ കാണുന്നത് ആശുപത്രി പോണതിന് 2 ദിവസം മുമ്പാണ് കണ്ടത്. അപ്പോൾ ഞാൻ വരുമ്പോൾ ഇവിടെ കടയിൽ പോകാതെ നിൽക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ വെച്ചാൽ നീ പോകാഞ്ഞത്? ഞാൻ ഇന്ന് പോകണില്ല ചേച്ചി, ലീവ് എടുക്കുമെന്ന് പറയും. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് കൊച്ചിനെ കൊണ്ട് പോണത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിൽ കുറക്കണം. അങ്ങനെ നാളെ പോകാല്ലേ, ഞാനും വരാം. അമ്മയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് പാറക്കുട്ടിയെന്ന്. എന്താ ഇപ്പോഴാണ് വരുന്നത്. 7:30 ആകുമ്പോഴാണ് വരും. എൻ്റെ കുഞ്ഞ് വരും.